അപ്പം നമ്മളിന്നൊരു സ്ഥലത്തേക്ക് പോവാണ്. എൻ്റെ കൂടെ അമൃതയുണ്ട്. അമൃതൻ്റെ അനിയത്തിയാണ് കേട്ടോ. അപ്പം നിങ്ങളും കൂടി പോരെ. ഞങ്ങൾക്കൊരു ചെടി കാണിച്ചു തരാം. ചെടിയല്ല, ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ പൂച്ചവാല് എന്നാ പറയാം. നിങ്ങളെന്താ പറയുക? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ ചെരുപ്പ് മാറ്റിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈ കാണുന്ന ആരാ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒന്ന് കമൻറ്റ് ചെയ്തോ. അപ്പോൾ ഞങ്ങൾ സെറ്റാണ്. ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ? നല്ല രസമല്ലേ, കിണറൊക്കെ ആയിട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഇവിടുത്തെ അമ്പലം. ഭയങ്കാവ് ഭഗവതി ടെമ്പിളാണ്. ഇവിടെ വരുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ഞങ്ങൾ പിന്നെ പോണത് എന്താ വെച്ചാൽ ഒരു ഇടവഴി കൂടെയാണ് പോണത്. മെയിൻ റോഡിൽ കൂടെ പോകാനുള്ള മടി കൊണ്ടാണ്. വെറുതെ ഈ ചെരുപ്പിൻ്റെ കവറും പിടിച്ചിങ്ങനെ പോകണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതാണ് വഴി. ഇത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ്. ഇതിൽ കൂടെ ഞങ്ങൾ പോവുക. അപ്പം ഞങ്ങൾ സെറ്റാണ്. ഞങ്ങൾ പോയിട്ട് വരാം. അപ്പോൾ ഇടവഴി കഴിഞ്ഞു. ഞങ്ങൾ ഇനി മെയിൻ റോഡിലേക്ക് കിടക്കുകയാണ്. മെയിൻ റോഡ് എത്തി. ഇനി കടയിൽ പോയിട്ട് പർച്ചേസ് ചെയ്തിട്ട് വരാം. അപ്പോൾ ചെരുപ്പ് അമ്മ വാങ്ങിച്ചതായിരുന്നു. ചെരുപ്പ് വാങ്ങിച്ച് അത് അമ്മ വാങ്ങിച്ചത് ഓൾക്ക് പറ്റിയില്ല. അപ്പോൾ വേറെ മാറ്റി വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് ഓൾക്ക് പറ്റുമെന്ന് നോക്കി വാങ്ങിച്ചിട്ടുണ്ട്. എക്സ്ട്രാ കാശും വേണ്ടി വന്ന്, കാരണം ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് വേണ്ടേ വാങ്ങിക്കാൻ. നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല കാറ്റത്തൊക്കെ വെച്ചാൽ മഴ. ഞങ്ങൾ കുട ഒന്നും എടുത്തിട്ടില്ല. കുട എടുക്കാത്തതുകൊണ്ട് തന്നെ ഞങ്ങളിനി മഴയത്ത് പെടുമെന്നുള്ള പേടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. എന്നിരുന്നാലും വേണ്ടില്ല, ഞങ്ങൾ എന്തായാലും പോയി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ചെരുപ്പും ഒക്കെ വാങ്ങിച്ചു. പിന്നെ ഇത് ഒരു അങ്കലവാടിയാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ പണ്ട് തന്നെ കളിച്ചിരുന്നൊരു സാധനമാണ് കേട്ടോ. ഇത് ഞാൻ വെറുതെ ക്യൂരിയോസിറ്റിക്ക് എടുത്തതാണ്. നിങ്ങൾക്കും വെറുതെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ കുറേ കോളാമ്പി ചെടികളും ഒക്കെ ഉണ്ട്. വെറുതെ പോണ വഴിക്ക് നമ്മൾ എടുക്കുക. അവിടെ നല്ല വെള്ളമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അപ്പുറത്ത് വെള്ളമായതുകൊണ്ട് നമ്മൾ ഈ കല്ലിൽ കൂടെ തന്നെ കയറിയിട്ടാണ് വന്നത്. പിന്നെ നല്ല കൃഷിയൊക്കെ നടക്കുന്നുണ്ട്. തെങ്ങിൻ്റെ അവിടെയൊക്കെ വൃത്തിയാക്കുന്നൊക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ കാറ്റും കൊണ്ട് പതുക്കെ ആടിപ്പാടി വരികയാണ്. പണ്ട് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെയായിരുന്നു പോയിരുന്നത്. നല്ലൊരു നൊസ്റ്റാൾജിക് മൊമെൻ്റ് ആണ്. സോ അങ്ങനെ പോവുകയാണ്. അപ്പോൾ അമൃത പഠിക്കുന്ന എന്താ വെച്ചാൽ ഓള് 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓള് ഇങ്ങനെ തന്നെയാണ് പോവാറ് സാധാരണ. അപ്പോൾ ഞാനും ഓളും കൂടി ഇങ്ങനെ പോയി വരികയാണ്. അപ്പോൾ കുറേ കുട്ടികൾ പന്തൊക്കെ കളിച്ച് വരുന്നത് കണ്ടു. അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ.